നമസ്കാരം. എൻ്റെ വിജയണ്ണൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ ഗാന്ധിയായിട്ട് വരുന്ന മികച്ച സിനിമയായിട്ടുള്ള ഗോട്ട് ഞാൻ കണ്ടു. ഇത് മികച്ച സിനിമയാണ് എന്ന് ഞാൻ വിജയണ്ണ പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തെ ഏറ്റവും വലിയ അപരാധത്തിനുള്ള അവാർഡ് ഇന്ത്യൻ 2 അപ്പോഴും കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആ കാര്യത്തിൽ ഇന്ത്യൻ 2 ഇപ്പോഴും മികച്ചു നിൽക്കുകയാണ്. അതിനെക്കാട്ടിലും മികച്ച പടമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ എൻ്റെ വിജയണ്ണ ഇത് ഇറങ്ങിയ ഡേറ്റ് മാറിപ്പോയി എന്നുള്ളതാണ്. ഇതൊരു 1990കളിലെ ഇറങ്ങിയില്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോഴും ഈ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് 1970കളുടെ കഥയാണ്. നമ്മുടെ പ്രേം നസീറിന്റെ കഥ. പ്രേം നസീർ ക്ലൈമാക്സിൽ മകനെ കാണുമ്പോൾ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ കാണുമ്പോൾ മറുകെടുത്ത് മാറ്റിയിട്ട് എന്നെ മനസ്സിലായില്ലേ ചേട്ടാ മറുക് വയ്ക്കുമ്പോൾ അയ്യോ എൻ്റെ ചേട്ടൻ എവിടെ എന്ന് പറയുന്നത് പോലെയുള്ള കഥയാണ് വെങ്കട് പ്രഭു ഗോട്ടിൽ സമറ്റി വച്ചിരിക്കുന്നത് എന്ന് വേണം കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. തുടക്കം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വിജയുടെ ഒരു എൻട്രി ഉണ്ട്. യഥാർത്ഥത്തിൽ വിജയ് അല്ല അവിടെ വരുന്നത് വിജയ്കാന്താണ്. വിജയ്കാന്തിനെ VFX വഴി അല്ലെങ്കിൽ AI വഴി ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ വിജയ്കാന്തിന്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മമ്മൂട്ടി, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മോഹൻലാൽ, വിജയ്കാന്തിന്റെ നേരെ നിന്ന് നോക്കുമ്പോൾ വിജയ്കാന്തായിട്ട് തന്നെ നമുക്ക് തോന്നും. പക്ഷെ മുഖമൊക്കെ ഇളവി തെറിയും. ഇങ്ങനെ AI ചെയ്തു വെച്ചതാണ്. 400 കോടിയാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മുഖമൊക്കെ ഇങ്ങനെ ഇളവി തെറിക്കുന്നു. വിജയ്കാന്ത് ഇങ്ങനെ മുഖമാകുമ്പോൾ മുഖം ഇവിടെ ഇരിക്കും, കുറച്ച് നേരെ എടുക്കും ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ ഇളവി തെറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പടം തുടങ്ങുന്നതിന്. പിന്നെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 1980കളിലും 1990കളിലും നമ്മൾ കേൾക്കുന്നത് പോലെ, അതായത് ഈ 90കളിലും 80കളിലും നമ്മൾ സിനിമ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ക്ലൈമാക്സിൽ ഒരു അടി, അത് നമുക്ക് നിർബന്ധമാണ്. അടി കഴിഞ്ഞ് നായകൻ വില്ലനെ നിലം പതിപ്പിച്ച ശേഷം അവസാന നിമിഷം മാത്രമേ പോലീസ് വരൂ. അതാണ് അപ്പോഴത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതേ പാറ്റേൺ അതുപോലെ കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ് ഗോട്ട് എന്ന് പറയുന്ന വിജയുടെ സിനിമയിൽ. കാരണം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുമ്പം ബോംബ് കഥ തന്നെ. ഒരു ഹെലികോപ്റ്റർ വേണം, ഒരു ചാടിപ്പോണ എയർഗണ്ണ് വേണം, പിന്നെ കയ്യിലൊരു മിസൈൽ ലോഞ്ചർ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് വിജയണ്ണൻ്റെ ആൾക്കാർ വരികയാണ്. വിജയണ്ണൻ്റെ ആൾക്കാർ കെനിയയിൽ പോയി ടെററിസ്റ്റുകളെ പിടിക്കുന്നതാണ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്. കെനിയയിൽ പോയി ടെററിസ്റ്റുകളെ പിടിക്കാനായിട്ട് അവന്മാർ ചർച്ചകൾ നടത്തുന്നത് ഇവിടെ ഓടേര കരയിലൊക്കെ നിന്നാണ് ചർച്ചകൾ നടത്തുന്നത്. ഓടക്കരയിൽ അവിടെ ഇവിടെയൊക്കെ കടന്ന് ചർച്ചകൾ നടത്തിയിട്ട് കെനിയയിൽ ഇപ്പോൾ ടെററിസ്റ്റ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നേരെ നമ്മുടെ വീട്ടിൻ്റെ മുകളിലോട്ട് പോകും. വീട്ടിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ വീട്ടിൻ്റെ മുകളിൽ സൺ ടി വിയിൽ ഒരു കുട ഇരിക്കണമായിരിക്കും. ആ കുട ഇങ്ങനെ എടുത്ത് കമത്തി വയ്ക്കുമ്പോൾ ഒരു മിസൈൽ ലോഞ്ചർ ആവും. എന്നിട്ട് അപ്പുറത്ത് ചെന്ന് ഒരു ലൈബ്രറി ചെന്നിട്ട് പറയും ഇത് ലൈബ്രറി അല്ല, പിന്നെ എന്തോന്നാണ്, ഇതാണ് നമ്മുടെ ആയുധപുര. ഈ ആയുധപുരയിൽ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൈ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സൈഡിൽ ഒരു അടപ്പോലും സാധിക്കുക. അത് തുറന്ന് കൈ സ്കാൻ ചെയ്യുമ്പോൾ ലൈബ്രറി ഇങ്ങനെ ഇളവി മാറും. നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊക്കെ കാണുമ്പോൾ അതിനകത്ത് അബൂക്ക ഹുക്കും എന്ന് പറയുമ്പോൾ ഈ കല്ലിളവി മാറൂലേ, അതുപോലെ അതൊക്കെ ഇളവി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ പടത്തിന്റെ ഒരു ലെവൽ ഏത് ലെവലാണത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യൻ 2വിനെക്കാട്ടിലും മികച്ച പടമാണ്. കാരണം അമ്മാതിരി ഒരു അപരാധം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ 2വിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇന്ത്യൻ 2വിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശങ്കറിന് ഇങ്ങനെ തന്നെ വേണം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം അവൻ അഹങ്കാരമാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടർ സിനിമ എടുത്ത് മുന്നോട്ട് പോയപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലാസിക്കിൻ്റെയൊക്കെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് മികച്ച അപരാധങ്ങളിൽ കൊണ്ടെത്തിക്കും ശങ്കറിനെ എന്ന്. എന്തായാലും അതിനെക്കാട്ടിലും നല്ല സിനിമയാണ് ഗോട്ട് എന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കുക നിവൃത്തിയില്ല. ഈ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു വിജയ് പടം, ആ ഒരു വിജയ് പടം കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോകണം. വിജയ് പടം എന്ന് പറഞ്ഞാൽ ഒരു 2000 to 2010 വിജയ് കേരളത്തിൽ അതിഭീകരമായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ആ സമയത്ത് വിജയുടെ തമിഴ്നാട്ടിൽ പൊട്ടിയ സിനിമയെല്ലാം കേരളത്തിൽ വമ്പൻ തരംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തരംഗങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ സിനിമയിലെ പാട്ടുകളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കുരുവി, വേട്ടക്കാരൻ, ഇപ്പോഴും നമ്മുടെ മൈൻഡിലും നമ്മുടെ നാക്കിലും ഒക്കെ ഞാൻ അടിച്ചാൽ തങ്കമട്ടെ 4 മാസം തൂങ്കമട്ടെ എന്ന പാട്ടൊക്കെ അങ്ങ് കടന്ന് ഓടാണ്. പിന്നെ പോക്കിരി ചീനാ കൊമ്മി കാ കൊമ്മി ചാച്ചാ കൊമ്മി പാ ചാച്ച എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വീകാര്യത വിജയുടെ പാട്ടുകളിലൂടെ നമ്മൾക്ക് ഉണ്ടായി വരുന്നുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം യുവൻ ശങ്കർ രാജ എന്ന് പറയുന്ന ഇളയരാജയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ്. അയ്യോ, പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ 2വിനെക്കാട്ടിലും വലിയ കാട്ടവരാധം പാട്ടുകളാണ് ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കാര്യത്തിൽ യുവൻ ശങ്കർ രാജ ഇന്ത്യൻ 2വിനെ ബീറ്റ് ചെയ്ത് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയും. അമ്മാതിരി ഊളപ്പാട്ടുകളും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, യുവൻ ശങ്കർ രാജ അച്ഛനായിട്ടുള്ള ഇളയരാജയുടെ ഒരുപാട് പാട്ടുകൾ എടുത്ത് ഇതിനകത്ത് റീമിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തം തന്തേരെ പാട്ടായത് കൊണ്ട് തന്ത കൊണ്ട് മറ്റേ ഡിഫമേഷൻ കൊടുക്കൂലെന്നറിയാലോ, അതുകൊണ്ട് അച്ഛൻ പുച്ഛൻ പാട്ടുകൾ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. രജനീകാന്തിന്റെ സിനിമയിലെ പാട്ട്, കമലഹാസന്റെ സിനിമയിലെ പാട്ട്, മഞ്ഞുമ്മൽ ബോയ്സിൽ
ആ പാട്ടുണ്ടല്ലോ, കൺമണി അൻപോട് കാതൽ, അതെടുത്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപയാണ് ഡിഫമേഷൻ ഇയാൾ അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്കേണ്ടത്. അങ്ങനെ പൊതുശല്യമായിരിക്കുന്ന സ്വന്തം അച്ഛനെ അടിച്ചൊതുക്കി ചാക്കിൽ കെട്ടി നമ്മുടെ യുവൻ ശങ്കർ രാജ ഇതിനകത്ത് സ്വന്തം തന്തേരെ ഒരുപാട് പാട്ടുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ BGM ഒന്നും ഒരു കാശിന് കൊള്ളത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഡി ഏജിങ് വിജയ്, അടുത്ത സംഭവം. ഈ ഡി ഏജിങ് വിജയ് എന്ന് പറയുന്ന ഒരു സാധനം കൊള്ളാമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം മുഖം അശോകനെ പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും അതിന് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ ഡി ഏജിങ് വിജയ് കൊള്ളത്തില്ല അയ്യേ എന്ന് തോന്നുമെങ്കിലും ഈ ഡി ഏജിങ് വിജയുടെ ചെറുപ്പകാലം കാണിക്കും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഈ ഡി ഏജിങ് വിജയ് എന്തൊരു കിടിലമാണെന്ന് തോന്നും. അതായത് നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ചെറിയ മുറിവ്, അപ്പൊ നമുക്ക് വലിയ വേദനയായിരിക്കും. അതിന്റെ ഇപ്പുറത്തെ ഒരു വലിയ മുറിവ് വന്നാൽ എങ്ങനെയായിരിക്കും? ഈ ചെറിയ മുറിവിന്റെ വേദന നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ ഡി ഏജിങ് വിജയ് എന്ന് പറയുന്ന ആ സാധനത്തിനെ കണ്ടിരിക്കുമ്പോഴാണ് വിജയുടെ വേറൊരു അവതാരം, അതായത് ഡി ഏജിങ് വിജയുടെ ചെറുപ്പകാലം അതിനെ കാണിക്കുമ്പോൾ എൻ്റെ പൊന്നോ വിജയകാന്തിനെ പോലും നമുക്ക് ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിജയകാന്ത് ഇങ്ങോട്ട് തിരിയുമ്പോൾ മുഖമൊക്കെ ഇളവി തെറിയുന്നത്, ഇത് മുഖമേ ഇല്ല. അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് മുഖമേതാ, മുടിയേതാ, കണ്ണേതാ, മൂക്കേതാ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഒരുമാതിരി ഭ്രൂണം കണക്കിരിക്കുന്നു. അമ്മാതിരിയാണ് ഡി ഏജിങ് വിജയ് ഇരിക്കുന്നത് എന്ന രീതിയിൽ പറയാതിരിക്കാൻ വയ്യ. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം പല ആൾക്കാരും സെക്കൻഡ് ഹാഫ് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആയതല്ല. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒരുപാട് ട്രെയിലർ കട്ട് പോലെയാണ് നമ്മുടെ വെങ്കട് പ്രഭു ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ട്രെയിലർ കട്ടായി പോകില്ലേ, അങ്ങനെ ട്രെയിലർ കട്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഇങ്ങനെ ഇരിക്കും, വിജയ് ഇങ്ങനെ റഷ്യയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശാന്ത് വന്നിട്ട് വിജയുടെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഡേയ് ഞാനിപ്പോൾ ചെന്നൈ ചായക്കടയിൽ നിന്ന് നിന്നെ വിളിച്ചു, നിന്നെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്തിങ്ങ് വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിക്കണം, അത് കാണിച്ചിട്ടില്ല. ഒരു ഇതിലൊതുക്കി, അതായത് ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വന്നടേ, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു, അല്ലെ ഇത് കുറച്ചു മുമ്പ് നിന്നെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞാൽ വിജയ് നോക്കിയിട്ട് ഒരു കൂസലില്ല, അടാ ഇരിക്കടാ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അത്ര സ്പീഡിലാണ് പടം കട്ട് ചെയ്ത് അണ്ടം കീറിക്കൊണ്ട് ഓടുന്നത്. ഇത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പൊളന്നിട്ടുകൊണ്ട് ഓടണം എന്ന് പറയും. അങ്ങനെ പൊളന്നിട്ടുകൊണ്ട് ഓടുകയാണ് ഈ പടം. അങ്ങനെ പൊളന്നിട്ടുകൊണ്ട് ഓടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറ്റം പറയാനുള്ളൊരു ഇത് കിട്ടത്തില്ല. അവസാനം ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വെടിയും പുകയും മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നീടും നമ്മൾ ഇരുന്ന് ആലോചിക്കണം, ഈ സിനിമ എന്താണ് ഇവിടെ നടന്നത് എന്നിങ്ങനെ ആലോചിച്ച് വേണം നമ്മളിതിനെ വിമർശിക്കാൻ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് കൊള്ളാമോ, അത് മോശമായിരുന്നോ? അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ വെങ്കട് പ്രഭു യഥാർത്ഥത്തിൽ ഈ സിനിമയല്ല, നമ്മുടെ മസ്തിഷ്കത്തിലാണ് ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും ഇവൻ കൊള്ളാമെന്നേ പറയാവുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് വെങ്കട് പ്രഭു ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് ഒന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ചില ആൾക്കാരിൽ സെക്കൻഡ് പാർട്ടിലാണ് ഒരു മിക്സഡ് റിവ്യൂ വരുന്നത്. സെക്കൻഡ് പാർട്ട് ചില വിജയ് ഫാൻസ് കണ്ടിട്ട് പറയും, ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ വിജയ് ഫാൻസിന്റെ പകുതി കാറ്റുപോയി, സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ അവന്മാർക്കേ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കാണാൻ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ പിന്നെ ക്ലൈമാക്സിന്റെ ടെയിൽ എൻഡിൽ ഒരു സാധനമുണ്ട്, ആ ടെയിൽ എൻഡ് കൂടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാനിന്ന് രാവിലെ വന്ന് ഇത് വിമർശിക്കണമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ എഡിറ്റർക്ക് ചോദിച്ചപ്പോൾ അവൻ എന്തോ പറഞ്ഞതെന്ന് അതുപോലും എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ടെയിൽ എൻഡിൽ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് മോഹൻലാലിന്റെ ആറാട്ടിൽ ക്ലൈമാക്സിൽ ഏജന്റ് എക്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നുണ്ട്, അത് കൊള്ളായിരുന്നു. ഈ ലോകേഷ് കനകരാജ് കൊണ്ടുവന്ന ശേഷം ടെയിൽ എൻഡ് കുറേ അവന്മാർക്ക് റോളക്സിന്റെ പോലെ എന്തെങ്കിലും കൊണ്ടുവരണം സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ലീഡ് ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ലോകേഷ് കനകരാജ് ഈ ടെററിസ്റ്റ് സ്ക്വാഡ്, ഈ സ്ക്വാഡിന്റെ ഒക്കെ പേര് എഴുതി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ കമലഹാസൻ വെടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രം എന്നൊക്കെ ബാക്കിൽ എഴുതി, അതുപോലെ കുറെ സാധനങ്ങൾ കൊണ്ടുവരണം, അമ്മമാർക്ക് കുറെ സാധനങ്ങൾ അതിനകത്ത് തിരികെ കയറ്റണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നിപ്പോവും ഈ സിനിമ മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അമ്മാതിരി ഒരു പടമാണ് വെങ്കട് പ്രഭു എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വിജയ് എന്ന രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണ് അണ്ണന്റെ ഭാവിക്ക് നല്ലത് എന്നുള്ളത്. പക്ഷേ